ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിപ്സം പ്ലാസ്റ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീട്ടിൽ എന്നുള്ളത്. മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പ്ലാസ്റ്റിംഗ് സാധാ പ്ലാസ്റ്റിങ്ങിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചിട്ട് മണൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആംലോസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇക്കോ പ്ലാസ്റ്റിൻ്റെ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാൻഡ് ചെളിയുള്ളതായതുകൊണ്ട് ഞാൻ റിട്ടേൺ അയക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞാൻ പിന്നീട് പ്ലാൻ മാറ്റിയത്. അതിനുശേഷം നമ്മുടെ പാരപ്പറ്റ് ഏരിയ വരുന്നിടത്ത് ഇക്കോ പ്ലാസ്റ്റ് ചെയ്യുകയും ആംബുലൻസിനെ കൊണ്ട് ഇക്കോ പ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുകയും അതിൻ്റെ താഴെ സോൾട്ടാക്ക് എന്ന് പറയുന്ന ഒരു ലാമിറ്റിൻ്റെ സാധനമാണ്. ലാമിറ്റ് അവരെ ടീമിൻ്റെതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് പ്ലാസ്റ്റിംഗ് വർക്ക് ആംബുലൻസ് ടീം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അവരെ തന്നെ ഈ ഒരു ജിപ്സം പ്ലാസ്റ്റിംഗ് കൂടി ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിപ്സം പ്ലാസ്റ്റിങ്ങിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ണൂർ ഏരിയയിൽ ചെങ്കല്ലിലെ ഏരിയയിലൊന്നും ഉള്ള വർക്കിൻ്റെ വീഡിയോസ് അധികം കണ്ടിട്ടില്ല. അധികം പുറത്തെ ബ്രിക്കിൻ്റെ മുകളിൽ, സിമെൻറ്റ് ബ്രിക്കിൻ്റെ മുകളിൽ, അതുപോലെ തന്നെ മറ്റുള്ള ബ്രിക്സിൻ്റെ മുകളിലുള്ള വർക്കുകളെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ വടക്കൻ ഏരിയയിലുള്ളവർക്ക് ഭയങ്കര ഒരു കൺസേണാണ് ഈ ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഇലക്ഷൻ്റെ ചൂടിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ വീട്ടിൻ്റെ കുറച്ച് ചൂട് കുറക്കാനും കൂടി പ്ലാനോട് കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏപ്രിൽ 26-നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്, വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇന്നിപ്പം മെയ് 3-ലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് മെറ്റീരിയൽ ഞാനിപ്പോൾ ഓൾറെഡി ആദ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. പർച്ചേസ് ചെയ്യുന്ന സമയത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന സമയത്തേക്ക് ഏറ്റവും ഫ്രഷ് ആയതായിരിക്കണം. ഫ്രഷ് ആയത് മാത്രമല്ല, നമ്മുടെ വർക്ക് കഴിയുന്നതിലിടക്ക് അതിൻ്റെ 3 മാസത്തിനുള്ളിൽ ഷെൽഫ് ലൈഫ് കിട്ടുന്നതായിരിക്കണം മിനിമം. അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്തേക്ക് ഷെൽഫ് ലൈഫ് ഈ ജിപ്സം പ്ലാസ്റ്റിന് 3 മാസമാണ് വരുന്നത്. ഇപ്പോൾ എടുക്കുന്ന സമയത്തേക്ക് ഇപ്പം നമുക്കൊരു ഒരാഴ്ച കൂടി ടൈം ഉണ്ട്. അപ്പോൾ നമ്മളെ വർക്ക് കഴിയുന്ന സമയത്തേക്ക് ചിലപ്പോൾ ഒരാഴ്ചയിലധികം എടുക്കുന്നതാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് എടുക്കരുത്. ആംലോസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെ ഞാൻ കണ്ടത് ഫ്രഷ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളതാണ്. അവരുടെ 2 വീഡിയോസ് ഓൾറെഡി ഞാൻ ജിപ്സം പ്ലാസ്റ്റിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ കാര്യമായിട്ട് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നല്ല ട്രെയിനഡ് ആയിട്ടുള്ള നല്ല ടീമുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് നല്ല പ്രൊഫഷണൽ ടീം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. സാധാരണ ജിപ്സം പ്ലാസ്റ്റിന് നെഗറ്റീവ് ഉണ്ട്. എല്ലാ പ്ലാസ്റ്റിക്കിനെ പോലെ തന്നെ എല്ലാ മെറ്റീരിയലിനെ പോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ സാധനത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അതിൽ ഈ ജിപ്സം പ്ലാസ്റ്റിന് നെഗറ്റീവ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയും. അതായത് ഇതിന് A to Z കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സുകളെല്ലാം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് ഒരു സാധനം ആഡ് ചെയ്യാണ്ടാണ് ഈ പ്ലാസ്റ്റിക് ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയിലും ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ട്. മെയ് 3 വെള്ളിയാഴ്ച, ഇന്ന് ഒരാഴ്ച ആകുമ്പോഴേക്ക് എനിക്കിപ്പം ഹാള് കഴിഞ്ഞു, ഒരു ബെഡ്റൂം കംപ്ലീറ്റ് കഴിഞ്ഞു, പ്രെയർ ഹാളിൻ്റെ ഒരു 75% കഴിഞ്ഞു, പിന്നെ മറ്റൊരു ബെഡ്റൂമിൻ്റെ ഒരു 75% കഴിഞ്ഞു. അവർ കാരണം ഈ സ്കഫോൾഡിങ് ഇട്ടിട്ട് മുകളിൽ നിന്ന് സീലിംഗ് അടിക്കുന്ന സമയത്ത് തന്നെ കൈകൊണ്ട് എത്തുന്ന അത്രയും ഉയരം താഴ്ന്ന ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു നെഗറ്റീവാണ്. കാരണം സീലിംഗ് ചെയ്യുന്ന സമയത്തേക്ക് അവിടത്തേക്ക് ഉറ്റുകയും അതിൽ പൊങ്ങി നിൽക്കുകയും ചെയ്യും. പക്ഷേ അവർ പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഫുൾ ചുരണ്ടി എടുത്തതിന് ശേഷം ഫൈനൽ ഒരു കോട്ട് കൂടി അപ്ലൈ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് നല്ല ഗ്ലോസി ആയിട്ട് തന്നെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിപ്പോൾ ചെയ്തില്ല, ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ തന്നെ വരുക. അപ്പോൾ അധിക പേർക്കുള്ള കൺസേണാണ് ഇത് ഉടഞ്ഞു പോയി ഇതിൻ്റെ മൂല പൊട്ടിപ്പോകുന്നുള്ളത്. ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു പോളിമർ ഉപയോഗിച്ചിട്ടില്ല, ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ മുമ്പിൽ നിന്ന് പൊടി പൊട്ടിച്ച് കലക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് വലിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഒരു പൊടി പോലും പൊട്ടി വരില്ല. നമുക്ക് സാധാരണ സിമെൻറ്റ് പ്ലാസ്റ്റർ ആണെങ്കിൽ കോർണർ അടന്നു പോകും. ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ കോർണർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷാർപ്പാണ്. നമ്മൾ കൈ തട്ടിയാൽ മുറിയുന്ന ലെവലുള്ള നമുക്ക് അത്യാവശ്യം പച്ചക്കറി വേണമെങ്കിൽ മുറിക്കാം. ഞാൻ വേണമെങ്കിൽ തക്കാളി പോലത്തെ അല്ലെങ്കിൽ കക്കരിയൊക്കെ മുറിച്ചിട്ട് കാണിച്ചാൽ അത്ര ഷാർപ്പാണ്. നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്തേക്ക് ഒന്നുകൂടി ഒരു ഷാർപ്പൻ ആ ഒരു ഉരുട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ ഡേഞ്ചറായി പോകും. അത്ര അവസ്ഥയാണ്. ഒരു മൂലയും പൊട്ടിപ്പോകുന്ന പ്രശ്നം ഒരു കാര്യമില്ല. ഇതിൻ്റെ അടുത്ത് വേറെ ഒന്നും ചെയ്യാണ്ട് തന്നെ ഇത്രയും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നതാണെങ്കിൽ പ്രൊഫഷണൽ ലെവലിൽ വേണ്ട എല്ലാ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇതിൽ തൂക്കിട്ട് ഇത് ലെവൽ ചെയ്തതിന് ശേഷം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ പ്ലാസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്തേക്ക് നോർമൽ പ്ലാസ്റ്റർ നമുക്ക് സാധാരണ അറിയാം, താഴ്ന്ന് മിക്സ് ആക്കും, അതിൻ്റെ വെള്ളത്തിൻ്റെ റേഷ്യോ കറക്റ്റ് ആയിരിക്കില്ല, ആവശ്യമുള്ളപ്പോൾ വീണ്ടും വെള്ളം മിക്സ് ആക്കും, ഇനീഷ്യൽ സെറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എടുത്തടിക്കും. ഇതിന് ആകെ ഇനീഷ്യൽ സെറ്റിങ്ങും ഫൈനൽ സെറ്റിങ്ങുമായിട്ട് ആകെ 25 മിനിറ്റേ ഉള്ളൂ. പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളിത് മിക്സ് ആക്കിയിട്ട് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. നമ്മളൊരു ജിലേബിക്കൊക്കെ മാവ് മിക്സ് ആക്കിയ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഇതില്ലേ പഴംപൊരി ഉണ്ടക്കായ്ക്കൊക്കെ മാവ് മിക്സ് ആക്കിയ പോലത്തെ ഒരു പ്രത്യേക ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അവർ മിക്സ് ആക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട്
വെയിറ്റ് ചെയ്ത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് തന്നെ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞ് 12.5 കിലോ ആണ് മിക്സ് ആക്കുന്നത്. അതായത് 10 ലിറ്റർ വെള്ളം എടുത്തിട്ട് 12.5 കിലോ പൊടി എടുത്തിട്ട് ദേശമൊക്കെ കണക്കാക്കിയിട്ട് മിക്സ് ആക്കി വരുന്നത്. അപ്പോൾ ഒരു ബാഗ് എന്ന് പറയുന്ന സമയത്തേക്ക് 2 ബക്കറ്റാണ് ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഏകദേശം 25% അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് അടുത്തത് മിക്സ് ആക്കി വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ കൂടെ അടിച്ച് പോകാൻ വേണ്ടി പറ്റും. ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ ആയാലും മാത്രമേ ഇത് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മേസ്ത്രി ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് വരുന്നത് ഖുർഷിദ് ഖാനുമായിട്ട് നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അതായത് ഈ വർക്കിംഗ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഈ എത്ര സ്ക്വയർ ഫീറ്റ് കിട്ടും, ഈ ചെങ്കല്ലിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിൻ്റെ ബോണ്ടിങ് കാര്യങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം പത്രമേ? हाँ सर, हाँ फर्स्ट टाइम है सर, नहीं वो पूरा टाइम है, कन्नूर में फर्स्ट टाइम है। कन्नूर में फर्स्ट टाइम पत्र फर्स्ट टाइम। हाँ स्ट्रॉन्ग जास्ती है, अच्छा है ये पत्र में स्ट्रॉन्ग जास्ती है. ഈ ഇതിൽ ഈ കുണ്ടും കുഴികളൊക്കെ ഉള്ളത് കൊണ്ട് സ്ട്രോങ് കൂടുതൽ കിട്ടുന്ന പറയുന്നത്. അപ്പോൾ പുള്ളി അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. ബൈ കിतना സ്ക്വയർ ഫീറ്റ് है बैग में? നമുക്ക് वन बैग है सर, मिनिमम है 25-24 स्क्वायर फीट, 24-22 मैक्सिमम. पत्र का फिनिशिंग अच्छा है, मजबूत है, स्ट्रॉन्ग सीलिंग सीलिंग में भी सुपर है, एक नंबर ज्यादा है. हाँ सीलिंग में ज्यादा है, सीलिंग में 40-45 സ്ക്വയർ. സീലിംഗിലേക്ക് വരുന്ന സമയത്തേക്ക് ഇവർ കാര്യമായിട്ട് ബുൾമാർക്ക് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. സീലിംഗിലേക്ക് വരുന്ന സമയത്തേക്ക് കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല. ഇത് നമുക്ക് പിന്നെ അത്രയും ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയാൻ വേണ്ടി കാരണം നമ്മളിപ്പം സാധാരണ സിമെന്റ് ആണെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിരൽ പറ, ഗ്ലൗസ് എല്ലാം ഇടാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. പല സിമെന്റും പല ക്വാളിറ്റിയിലായിരിക്കും. എന്നാൽ മിക്കവാറും സിമെന്റ് കൈ പൊള്ളാനുള്ള സാധനമുണ്ട്. ഇതിൽ കംപ്ലീറ്റ് ഇവർ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. അത് കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പറയും ഇവർ പ്രൊഫഷണൽ അല്ലാത്ത ടീമായതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. 100-ലധികം പ്രൊഫഷണൽ ടീം ആംബുലൻസിനുണ്ട്. അത് ടീമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഫുട്ടേജിൽ ഉൾപ്പെടുത്താം. കാരണം ഞാൻ അന്ന് അത്രയും മനസ്സിലാക്കിയതാണ് ആദ്യത്തെ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് ഇത് കൈകൊണ്ട് മിക്സ് ആക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷീൻസ് വെച്ചിട്ട് മിക്സ് ആക്കുന്ന സമയത്തേക്ക് നമുക്ക് ആ മെഷീനിലേക്ക് 25 മിനിറ്റാണല്ലോ ഇതിൻ്റെ സെറ്റിംഗ് ടൈം പറഞ്ഞത്. 25 മുതൽ നമ്മളെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഒരു 30-35 മിനിറ്റൊക്കെ പോകും. ചിലപ്പോൾ അതിന് മുന്നേ ഒക്കെ സെറ്റാവും. അപ്പോൾ നമ്മളിത് മെഷീനറി ഉപയോഗിച്ചിട്ട് അടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുന്ന സമയത്തേക്കാണ് ഇത് സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ചൂട് കൂടി വരുന്ന സമയത്തേക്ക് ഇത് മിക്സ് ആക്കുന്ന സമയത്ത് ചെറിയൊരു ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് സെറ്റായി. ഇപ്പോൾ വീണ്ടും മെഷീൻ ആ പുട്ടിയുടെ ആ ഭാഗം ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ മുകളിൽ ഒരു തരി അവശേഷിക്കുന്നതാണെങ്കിൽ മെഷീൻ്റെ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പിന്നെ ഒരിക്കൽ സെറ്റായ ഒരു തരി അവശേഷിക്കുന്നതാണെങ്കിൽ ഈ കോല വെച്ച് വലിക്കുന്ന സമയത്തേക്ക് അവിടെ ഇങ്ങനെ കുഴി പോലെ ഇങ്ങനെ രൂപപ്പെട്ട് വരികയും പിന്നീട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവർ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത്. കാരണം കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൈ ഒന്ന് വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ആവും. അപ്പോൾ കംപ്ലീറ്റ് കൈകൊണ്ട് ചെയ്യുന്നതാണ്. ഒരു മാസ്കോ കാര്യങ്ങളോ ഇവർ ആരും തന്നെ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പൊടി വെതിരിക്കടിക്കുകയാണ്. ഇപ്പോൾ സീലിംഗിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തേക്ക് ഈ ഒരു രൂപത്തിലാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇവർ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് വളരെ നൈസായിട്ട് ഒരു കോട്ട് കൊടുക്കും. അതിന് ശേഷം ഫുൾ കോല് വെച്ചിട്ട് ലെവലാണോ നോക്കും. നീളമുള്ള കോല് ഉപയോഗിച്ചിട്ട് ലെവലാണോ നോക്കിയതിന് ശേഷം ഒരു കൂട്ട് കൂടി അപ്ലൈ ചെയ്യും. അതിനുശേഷം വീണ്ടും ഒരു കോട്ട്, അങ്ങനെ 3-4 കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്ക് കൂട്ടിയിട്ട് വലിയൊരു എമൗണ്ടിലേക്ക് വരും. നമ്മളിപ്പം ഇതിപ്പോൾ സ്ക്വയർ ഫീറ്റിന് 40 മുതൽ മേലോട്ടേക്ക് ഡിസ്റ്റൻസ്, പിന്നെ ചെയ്യേണ്ട സ്ഥലം, ഇപ്പോൾ ബോണ്ടിറ്റ് വേണ്ടാത്ത സ്ഥലങ്ങളുണ്ടാവും, ചിലർക്ക് സീലിംഗ് വേണ്ടി വരില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രൈസിൽ മാറ്റം വരും. അതൊക്കെ നിങ്ങൾക്ക് ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൈസ് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇവർ ഇപ്പോൾ 40 മുതൽ പല റേഞ്ച്, ഇപ്പം മെറ്റീരിയലിൻ്റെ ലഭ്യത, അതുപോലെ തന്നെ പ്രൈസ് ഹൈക്കൊക്കെ കാരണം പല പ്രൈസിലേക്ക് വരും. നിങ്ങൾ ഏതായാലും അതാത് സമയത്തുള്ളത് പറയുക. ഞാനിപ്പോൾ പറയുന്നത് 2024 മെയ്യിലുള്ള ഈ ഒരു പ്രൈസാണ് പറഞ്ഞത്. ഏകദേശം ഒരു പ്രൈസ്, അത് നിങ്ങളെ വാള് ചെയ്യേണ്ട സ്ഥലമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തായാലും മാറ്റം ഉണ്ടാവും. അവർക്ക് വരേണ്ട ഡിസ്റ്റൻസ് ഒക്കെ അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. അതായത് നിങ്ങളൊന്ന് ആംബുലൻസായിട്ട് കോൺടാക്ട് ചെയ്തോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്തേക്ക് നമുക്ക് 40 രൂപയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു ആവറേജ് വെച്ച് ഒരു 40 രൂപ ഒരു സ്ക്വയർ ഫീറ്റ് കണക്ക് കൊടുത്തതാണെങ്കിൽ ഈ വാളൊക്കെ വരുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 4000 സ്ക്വയർ ഫീറ്റ് വരും. ഇപ്പോൾ 4000 സ്ക്വയർ ഫീറ്റ് വർക്ക് ചെയ്തിട്ട് ഞാൻ മെറ്റീരിയലിൻ്റെ ബില്ല് വെച്ചിട്ടും ബോണ്ടിറ്റ്, മെഷ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇവരെ ലേബറൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് കമ്പനിക്ക് വളരെ തുച്ഛമായ ലാഭം മാത്രമേ എനിക്ക് കണക്കൂട്ടുമ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വലിയ ലാഭം എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രൈസ് കൂടുന്നതല്ല, ആ ഒരു മെറ്റീരിയലിനും ആപ്ലിക്കേഷൻ വരുന്ന സമയത്തേക്കുള്ള ആ ഒരു പ്രൈസ് കൊണ്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ സിമെൻറ്റിൻ്റെ ആവുന്ന സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലായെന്ന് വരില്ല. കാരണം നമ്മൾ മണൽ ചിലപ്പോൾ നല്ലത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ മണൽ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺക്രീറ്റിൻ്റെ സമയത്ത് ഇറക്കിയതുണ്ടാവും. അതിങ്ങനെ ബാലൻസ് ഉണ്ടാവും. ചിലപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ആ ഒരു പെട്ടെന്ന് ആ ഒരു എമൗണ്ട് മനസ്സിലാവില്ല.
പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കിപ്പം ജിപ്സം പ്ലാസ്റ്റിക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് ഡയറക്റ്റ് പ്രൈമർ അടിക്കാൻ വേണ്ടി പറ്റും. ഡയറക്റ്റ് പ്രൈമർ അടിക്കാൻ വേണ്ടി ഒരു കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല, പുട്ടി ഇടണ്ടെന്ന് ഒരു കമ്പനി അവകാശപ്പെടുന്നില്ല. പ്രത്യേകിച്ച് എലൈറ്റന്മാർ നിങ്ങളോട് പുട്ടി ഇടണ്ടെന്ന് പറയുന്നില്ല. പുട്ടി ഇടണ്ടെന്ന് ഏതെങ്കിലും കമ്പനി പറയുകയാണെങ്കിൽ അത് തട്ടിപ്പാന്ന് വിചാരിച്ചോളാം. ഒരു ജിപ്സം പ്ലാസ്റ്റർ കമ്പനിയും പറയുന്നില്ല പുട്ടി ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പുട്ടി ഇടാണ്ട് ഡയറക്റ്റ് പെയിന്റ് അടിക്കാൻ പറ്റും, പ്രൈമർ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരു കമ്പനിയും അങ്ങനെ അടിക്കരുതെന്നോ അല്ലെങ്കിൽ അടിക്കണ്ടെന്നോ പുട്ടി അതിന് മുകളിൽ ചെയ്യേണ്ടെന്നോ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ ഇനി പുട്ടി ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പുട്ടി ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഈർപ്പം തട്ടുന്ന സ്ഥലങ്ങളിലുള്ള, പ്രത്യേകിച്ച് ഇവിടെ ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഈർപ്പം എന്തായാലും ചെറുതായിട്ടെങ്കിലും ഈ വാളിലേക്ക് വലിക്കും, ഈ സിമെന്റ് വലിക്കും, താഴെ നിന്ന് മുകളിൽ നിന്ന് ഇവിടെ നിന്നായിട്ട് വലിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു പുട്ടി ഇട്ടെന്ന് കണക്കൂടി. ഈ പുട്ടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഉള്ള ഈ ഒരു സിമെന്റിന്റെ മുകളിൽ നിന്ന് നമ്മൾ വിയർപ്പിന്റെ ഈ ഇതുപോലെ ഔട്ടാവും, നമ്മൾ ഈ വെള്ളം ഔട്ടാവും. സിമെന്റ് മാത്രമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൈമർ മാത്രം അടിച്ചാണ്. പക്ഷേ അതിന് മുകളിൽ നമ്മൾ നല്ല കമ്പനിയുടെ പുട്ടി അപ്ലൈ ചെയ്ത്, വാട്ടർ പ്രൂഫ് പുട്ടി അല്ലെങ്കിൽ പുട്ടി അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ പെയിന്റ് അടിക്കുന്ന സമയത്തേക്ക് നല്ലൊരു കോട്ടിങ്, ഒരു താർപ്പായൊക്കെ വലിച്ച് കെട്ടിയ പോലെ ആവുകയും അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ ഇത് പതിയെ പുട്ടിയെ പുഷ് ചെയ്ത് ഇതിൻ്റെ അകത്തുനിന്ന് പുട്ടി ഇളകി വരുന്ന പ്രശ്നം കണ്ടുവരുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം തീരെ നമുക്കുണ്ടാവില്ല. കാരണം ഇത് മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത്ര തിക്കിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു കാരണവശാലും പിന്നെ ഈർപ്പം വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പുറം തള്ളൂല എന്നുള്ളതുകൊണ്ട് പുട്ടീനെ അപേക്ഷിച്ചിട്ട് നമുക്ക് അവിടെ ഒരു സ്ക്വയർ ഫീറ്റിന് പുട്ടി ഇടാൻ വേണ്ടിയിട്ട് 8 മുതൽ 20 രൂപ വരെ നിങ്ങളെ ചെയ്യുന്ന മെറ്റീരിയൽ, നിങ്ങൾ ചെയ്യുന്ന ലേബേഴ്സിൻ്റെ ക്വാളിറ്റി, നിങ്ങൾ ചെയ്യുന്ന സ്ഥലം ഒക്കെ അനുസരിച്ചിട്ട് 8 മുതൽ 20 രൂപ 25 രൂപ വരെയൊക്കെ പുട്ടിക്ക് വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൈസ നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പുട്ടി ഇടണ്ട എന്ന് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഇതിൻ്റെ മുകളിൽ പുട്ടി ഇടണ്ടേ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. ആവശ്യമില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന് ശേഷം. അതായത് ഇതിൻ്റെ പെയിന്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് സാൻഡിങ് ചെയ്താൽ മതി. ഇതിപ്പം 12 മുതൽ നമ്മളിപ്പോൾ വാളിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് ചില ഭാഗങ്ങളിൽ ഇപ്പം വാളിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് 12 മുതൽ 15 mm വരെയൊക്കെ തിക്നെസ് വരുന്നുണ്ട്. അത് നമ്മളെ വാളിൻ്റെ പ്രശ്നമാണ്. കാരണം ഇവർ അത്രയും ലെവലായിട്ടേ ചെയ്യുന്നുള്ളൂ. ഇവർ വേണമെങ്കിൽ തേപ്പൊക്കെ ആണെങ്കിൽ സാധാരണ ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ കോലി ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും ചെയ്തു വരുന്നുണ്ട്. ഫർണിച്ചറൊക്കെ ഇടുമ്പോൾ ഒരു കോണിപ്പ് വരുന്ന സ്ഥലങ്ങളൊക്കെ വന്നു വരുന്നുണ്ട്. ഇത് വളരെ ക്ലിയർ ആയിട്ട് മാത്രമേ, ഇത് ഇവർ മാത്രമല്ല ജിപ്സം പ്ലാസ്റ്റിക് മിക്കവാറും എല്ലാവരും ബുൾ മാർക്ക് ചെയ്ത് നല്ല വൃത്തിയിലേ ചെയ്യുള്ളൂ. ആ തിക്ക് കാരണം അവർക്ക് ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. ഒരുപാട് അടിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കോല് വലിച്ച് പിന്നെ കുറച്ച് വെള്ളം നനച്ച് അതിൻ്റെ മുകളിൽ ആ പരിപാടി ഇതിന് നടക്കില്ല. അപ്പോൾ ആ സെറ്റിംഗ് ടൈമിനുള്ളിൽ പരിപാടി തീർക്കേണ്ടതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് സാൻഡ് ചെയ്തിട്ട് നമ്മൾ സാൻഡിങ് മെഷീനില്ലേ, വാൾ സാൻഡിങ് മെഷീൻ ഉപയോഗിച്ച് സാൻഡ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് പ്രൈമർ അടിച്ച് അതിന് മുകളിൽ പെയിൻ്റ് അടിക്കാൻ പറ്റും. ഒറ്റൊരു കോട്ട് പെയിൻ്റ് അടിച്ചാൽ തന്നെ ഫിനിഷ് ആവും. പ്രൈമർ എന്ന് പറയുന്ന സാധനം നമുക്ക് ശരിക്കും അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്തേക്ക് ആ പെയിൻറ്റിന് ഒരു ഗ്രിപ്പ് കിട്ടാനും നിൽക്കാൻ വേണ്ടിയിട്ടുമാണ്. പലരും ഇത് ഗ്ലേസ്ഡ് ആയതുകൊണ്ട് നിൽക്കൂല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പേടിയും മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന എമൽഷൻ കൊണ്ടുപോയിട്ട് ഈ ബക്കറ്റിൻ്റെ മുകളിൽ പുറത്തടിച്ച് പോയി കുറച്ച് വരണ്ടിക്കളി എത്ര പണിയെടുക്കുന്നു പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ വരെ അടിച്ചിട്ടുണ്ട്, പ്ലൈവുഡിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട്, പലതിൻ്റെ മുകളിൽ എമൽഷൻ അടിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതെന്തായാലും അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, പെർസെൻറ്റേജ് കുറവ് എന്നേ പറയുന്നത്. അതായത് സിമെന്റ് പ്ലാസ്റ്റിക്കിനെ അപേക്ഷിച്ചിട്ട് അത്ര സ്പീഡിൽ വലിക്കൂല. നമ്മൾ അതിൻ്റെ ടെസ്റ്റും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഉള്ളൊരു ടെസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അബ്സോർപ്ഷൻ കുറവായത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് പിന്നെ പെയിന്റ് നമ്മൾ അല്ലെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാൻ പറ്റും. ശ്രദ്ധിച്ച് നല്ല പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഫിനിഷ്ഡ് ആയിട്ടുള്ള പുട്ടിയിട്ട വാളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റഫായിട്ട് ചെയ്യുന്ന പണിക്കാരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കുക. പുട്ടിയിട്ടതായാലും സെയിം ഗുണം ഇതന്നെ ഉണ്ടാവും. കാരണം ഒരുപാട് റോളറിട്ട് ഉരുട്ടുന്നതാണെങ്കിൽ റോളർ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രം ഇതിൻ്റെ മുകളിൽ റോളറിൻ്റെ മുകളിൽ പെയിൻറ്റ് കറക്റ്റായിട്ട് ഉരുട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യും ഇത് ഒലിച്ചിറങ്ങാതെ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ഇവർ സീലിങ്ങിൻ്റെ ഫസ്റ്റ് കോട്ട് ചെയ്ത് രണ്ടാമത്തേതാ, അത് ഇത് തീരുമ്പോഴേക്കന്നെ രണ്ടാമത്തത് മിക്സാക്കി അതാത് ടൈമിൽ കൊണ്ടുവെക്കുന്നുണ്ട്. ഇവർ 3 പേരാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇതിൽ മിക്സാക്കിയിട്ട് ഒരു ലെയറും കൂടി അടിക്കുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് പോയിട്ടാണ് നിൽക്കുന്നത്. ഈ ബോണ്ടിറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും കോൺക്രീറ്റ്, PCC എല്ലാം വരുന്ന സ്ഥലങ്ങളിലും ഈ ബോണ്ടിറ്റ് ആപ്ലിക്കേഷൻ നല്ലതാണ്. കാരണം ഈ നമ്മളതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റഫായിട്ട് നിങ്ങൾ ഞാൻ ഇതിന് ചെയ്യുന്നതിന് മുമ്പുള്ള ബോണ്ടിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഫുട്ടേജ് ഉൾപ്പെടുത്താം. വളരെ റഫായിട്ടുള്ള സീലിംഗ് ആയിരുന്നു, എന്നിട്ടും ഇവർ ബോണ്ടിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഗുണം തന്നെയാണ്. കാരണം ബോണ്ടിറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വേണ്ടി വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഈ കംപ്ലീറ്റ് ഇപ്പോൾ തട്ട് വരുന്നത് ഷീറ്റ് ഇട്ടിട്ട് എന്നല്ല കോൺക്രീറ്റ് വാർക്കുന്നത്.
അപ്പോൾ ആ തട്ടിട്ടിട്ട് വറക്കുന്ന സമയത്തേക്ക് ഫിനിഷ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷീറ്റ് നമ്മളെ പോളിത്തീൻ ഷീറ്റിൽ ആ ഷീറ്റ് വിരിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഷീറ്റ് അടത്തി കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഉള്ള ഭാഗമല്ലേ, അവിടെയൊക്കെ ശരിക്കും ബോണ്ടിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ ശരിക്കും റഫാണ്, പഴയ ഇതാണ് ഞാൻ ഉപയോഗിച്ചത് പ്ലാസ്റ്റിക് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ മേസിനെ കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് തന്നെ പഴയ ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന പഴയ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവർ ബോണ്ടിറ്റ് അപ്ലൈ ചെയ്തിട്ട് ചെയ്തു തന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഉണ്ടെങ്കിലും ഒരുപാട് നെഗറ്റീവ് ഈ പ്രൊഡക്റ്റിനുണ്ട്. പ്രൊഡക്റ്റിന് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് തന്നെ, നമ്മളെ പ്രൊഫഷണൽ അല്ലാത്ത ടീമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് കൂടി വരും. ഇപ്പോൾ ഈ ഓരോ ബക്കറ്റിലും ഒരു ടൈം മിക്സ് ചെയ്ത് രണ്ടാമത് മിക്സ് ചെയ്യാൻ പോകുന്ന സമയത്തേക്ക് കാല് കൊണ്ട് ചവിട്ടിയിട്ടാണ് ആ ബക്കറ്റിൻ്റെ സൈഡിൽ പറ്റിപ്പിടിച്ചത് ഇളക്കി മാറ്റിയിട്ട് തട്ടിയിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്, അതിൽ സെറ്റിങ് കഴിഞ്ഞതുകൊണ്ട്. അപ്പം അങ്ങനെ ഇപ്പം ഇവർ ആ ഒരു സമയം കൊണ്ട് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ തിക്ക് കൂടി വരും. അതായത് ഇവിടുന്ന് പുറമേക്കാണ് ഇതിൻ്റെ സെറ്റിംഗ് വരുന്നത്. അപ്പോൾ ആ ഒരു തിക്ക് കൂടി വരും. അപ്പോൾ ഒരുപാട് വേസ്റ്റേജ് വരും. അത് നമ്മൾ പിന്നീട് മാനേജ് ചെയ്യേണ്ടി വരും. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഭൂമിയിൽ കുഴിച്ചിടാൻ പറ്റുമെന്നാണ് കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത്. വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ഇതിലൊന്നും മിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ പിന്നെ മോയ്സ്ചർ റെസിസ്റ്റൻറ്റിൻ്റെ ഒരു സംഭവം മാത്രം, ഒരു പ്രോപ്പർട്ടീസിന് മാത്രം ഒരു സാധനം മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൽ നെഗറ്റീവിലേക്ക് വരുന്ന സമയത്തേക്ക് ഞാൻ പറഞ്ഞത് തന്നെ മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ വേസ്റ്റേജ് നമ്മളൊന്ന് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം കണ്ടെത്തേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ വൺ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈല് ഡയറക്റ്റ് വെക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ടൈലിന് ശേഷം ഇപ്പം കംപ്ലീറ്റ് ഇവർ നമ്മളിപ്പോൾ ഏത് വർക്ക് ചെയ്താലും ജിപ്സം പ്ലാസ്റ്റർ എവിടെ ചെയ്താലും കംപ്ലീറ്റ് പേയ്മെൻറ്റ് അവർ വാങ്ങുന്നില്ല. നമുക്കിപ്പോൾ സ്ക്വയർ ഫീറ്റിന് ഇപ്പോൾ ഒരു 40 പറഞ്ഞാൽ ഒരു 36-37 രൂപയ്ക്ക് അല്ലെങ്കിൽ 38 രൂപയ്ക്ക് വാങ്ങിയിട്ട് 2 രൂപ അവിടെ വെച്ചതിന് ശേഷം ഫൈനൽ ടൈൽ വെച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട് ഫില്ല് ചെയ്ത് തരും. പല വർക്കും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുമല്ലോ, അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് തരും. അതിന് ശേഷം പ്രൈമർ അടിച്ചിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ടൈൽ വെച്ചതിന് ശേഷം പ്രൈമർ അടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു പോരായ്മയുണ്ട്. വേണമെങ്കിൽ നമുക്ക് അടിച്ചു നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർ രണ്ടാമത് ഫില്ല് ചെയ്യാൻ വരുമ്പോൾ എന്തെങ്കിലും പിന്നെ വെന്റിലേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിയർ ആയി കിട്ടും. ശരിക്കും ഒന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കി ക്ലിയർ ആക്കിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറയാനുള്ളൊരു ഒരു പോസിബിലിറ്റീസ് കിട്ടും. 25 year experience, quality super, number 1, 100% moisture resistance, any no problem, no complaint. ഓ അച്ഛാ, ആംലോസിൻ്റെ കുർഷിദ് ഭായ് ഇതാന്ന് പറഞ്ഞുള്ളത്. പ്രീമിയം ഇതിലുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ ഈ ഒരു ടീമിനെ അയക്കലുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം എനിക്ക് പല സ്ഥലത്തും ഞാൻ പോയപ്പോൾ ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പുട്ടിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്വിച്ച് ബോർഡിലേക്കൊക്കെ കയറിയിട്ട് സ്വിച്ച് ബോർഡിൻ്റെ ഇതൊക്കെ ഹാമർ ചെയ്ത് പൊട്ടിച്ചിട്ട് വരുമ്പോൾ ഇവിടുന്നൊക്കെ ഇങ്ങനെ അടർന്നു പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇവർ ഓരോ സ്വിച്ച് ബോർഡും സ്ക്വയറായിട്ട് നല്ല വൃത്തിയിലാക്കി എടുക്കുന്നുണ്ട്. ഇത് ഇവർ ആ സീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതൊക്കെ വർക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് വരുന്നത്. നമ്മളിപ്പോൾ സുമാറ് വാങ്ങിയിട്ട് ഒരു ബാഗ് വാങ്ങിയിട്ട് കലക്കിയിട്ട് അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇത് സെറ്റാവും. ഇതിൻ്റെ പൊടീൻ്റെ റേഷ്യോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലിറ്റർ വെള്ളത്തിൽ 12.5 ലിറ്റർ പൊടിയാണ് മിക്സ് ചെയ്യേണ്ടത്. അതായത് 25 ബാഗാണ് എലൈറ്റന്മാർ ജിപ്രോക്കിൻ്റെ എലൈറ്റന്മാർ വരുന്നത്. 10 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അര ബാഗ് പൊടി ഇതിൽ മിക്സ് ആക്കിയിട്ട് കലക്കും. അതായത് അതിൻ്റെ കൺസിസ്റ്റൻസി. അത് എല്ലാ സമയത്തും എല്ലാ കണ്ടീഷനിലും ഒരുപോലെ ആയിരിക്കില്ല. അത് വർക്കിംഗ് എക്സ്പീരിയൻസിൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. കാരണം ഈ 12.5 ലിറ്റർ വെള്ളം തന്നെ എപ്പോൾ മതിയായിന്ന് വരില്ല, ചിലപ്പോൾ 12 ലിറ്റർ വേണ്ടിയും വരില്ല. അപ്പോൾ ആ ഒരു മിക്സിങ്ങിൻ്റെ സമയത്ത് ഇവർക്കുള്ള എക്സ്പീരിയൻസിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് വെള്ളം ഒരല്പം കൂടി പോയി കഴിഞ്ഞാൽ ഇവർ ഒരു 5 മിനിറ്റ് കൂടി റെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് മുകളിൽ പെട്ടെന്ന് തന്നെ വെള്ളം മുകളിലേക്ക് തെളിഞ്ഞ് വരുന്ന ഫോമായി വരുന്ന കാണാം. അവർ ഇത് സെറ്റിങ്ങിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. അതൊക്കെ ഇവർ കൈകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് വെള്ളം ഇങ്ങനെ ഉറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത്. 100% എന്താ പറയുക, നമുക്ക് ഒരു പിന്നെ ശരീരത്തിനൊരു ഹാനികരമല്ലാത്തൊരു പ്രൊഡക്റ്റാണെന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. ഒരു ഡാർക്ക് കളറിൽ കാണുന്നത് ഇപ്പോൾ ചെയ്തതാണ്. അപ്പോൾ അത് ഡ്രൈ ആയി വരുന്ന സമയത്തേക്ക് വൈറ്റിലേക്ക് ആയി വരികയോ. വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് ഒന്നും പറയാൻ കഴിയില്ല കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്, കളറിലേക്കാണ് ഫിനിഷ് ആവുന്നത്. പക്ഷേ നമുക്ക് വേണ്ട കളറിലേക്ക് ഇത് പിന്നീട് ഭാവി പിന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഞാൻ ഇതാ പറഞ്ഞത് സ്വിച്ച് ബോർഡിൻ്റെ കാര്യങ്ങൾ. സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ ഈ ഭാഗങ്ങൾ കറക്റ്റ് സ്ക്വയറായിട്ട് ആദ്യമേ പേപ്പറൊക്കെ വെച്ച് നല്ല നീറ്റാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തിൻ്റെയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിൻ്റെ ഇതിൻ്റെ ഒരു വ്യത്യാസം കണ്ടെന്ന് പറഞ്ഞാൽ, ഈ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിൽ നമ്മൾ അടിച്ച് പിടിപ്പിച്ച് ഒരു കോലയുടെ വെച്ച് പിന്നെ സുമാറുള്ള പരിപാടിയാണ്. ഇവർ കറക്റ്റ് ഈ വിൻഡോൻ്റെ ആ ഭാഗം ഈ ഭാഗമൊക്കെ മെഷർമെൻ്റ് എടുത്ത് കറക്റ്റ് ഇതിൻ്റെ ലെവലൊക്കെ വെച്ച് 90 ആക്കി. പിന്നെ അത് മാത്രമല്ല ഒരു അളവുണ്ട്, ഒരു അളവിനുള്ളൊരു പലകയുണ്ട്. ആ ഒരു പലക ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചടിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ ഒരു തിക്നെസ് വുഡ് പുറത്ത് കാണുന്നത് ഈക്വലായിരിക്കും. സിമെൻറ്റ് പ്ലാസ്റ്റിങ്ങിലേക്ക് വരുന്ന സമയത്തേക്ക് പല സ്ഥലത്തും ഒരു സൈഡ് ചിലപ്പോൾ പിന്നെ ഇത് വെക്കുന്ന സമയത്ത് ഈ വിൻഡോ വെക്കുന്ന സമയത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേർത്ത് വെച്ച ഭാഗം ഗ്യാപ്പ് ചെറുതും
ഈ ഭാഗം പിന്നെ വുഡ് ഫുള്ള് കാണുന്ന വിധത്തിലൊക്കെ അങ്ങനെ ആയിരിക്കും. ഇതിലങ്ങനെയല്ല, എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി എടുക്കാൻ വേണ്ടി ഒരു എന്താ പറയുക, മലയാളത്തിൽ പറയുന്ന ഒരു തോത് അല്ലെങ്കിൽ നമുക്കൊരു ജിഗ് ഒരു സാധനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാമറിംഗ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു പീസ് പിടിച്ച് അടർത്തിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നല്ല ബോണ്ടിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുട്ടേജ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. പുള്ളി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്ത് ടെസ്റ്റ് വേണമെങ്കിൽ ഇവിടെ നടത്തിക്കോ, എവിടെ വേണമെങ്കിൽ ഹാമറിങ് ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കാരണവശാലും പൊട്ടൂല. നിങ്ങൾ ആണി അടിച്ച് നോക്കിക്കോ, ആണി കൃത്യമായിട്ട് സ്ട്രോങ്ങിൽ തന്നെ കയറും. പക്ഷെ കല്ലായതുകൊണ്ട് അത്രയും ബോണ്ടിങ് ഇതിന് കൂടുതലാണെന്നാണ് പറഞ്ഞത്. സാധാരണ വരുന്ന ഇപ്പം പുറത്തെ ബ്രിക്കിനെക്കാട്ടും മറ്റേതിനെക്കാട്ടൊക്കെ ബോണ്ടിങ് കൂടുതലാണെന്ന് ഇത് പറഞ്ഞത്. കാരണം ആ ഒരു കല്ലിൻ്റെ നാച്ചുറലി ഉള്ള ഒരു കുഴിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് മുകളിൽ ചെയ്തിട്ടില്ല, താഴെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആണി അടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോയെന്ന്. ഈ ചെങ്കല്ല് ഭയങ്കര സ്ട്രോങ് ഉള്ള കല്ലാണ്. ഇതിലേക്ക് 3 അടിച്ച് ടെസ്റ്റ് ചെയ്തു. നല്ല ബോണ്ടിങ് തന്നെ ഉണ്ട് കേട്ടോ. ഇതിപ്പം നമുക്കിപ്പോൾ ഇതിൽ ഫോട്ടോ തൂക്കാൻ പറ്റില്ല, ഇളകി വരും, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല സ്ട്രെങ്ത്തിനുണ്ട്. ഇതിപ്പം ഇളകി വരുന്നതാണെങ്കിൽ ഇപ്പോൾ വരേണ്ട സമയമായി, ഒരു പ്രശ്നമില്ല. ഇപ്പം എടുക്കുന്നതാണെങ്കിൽ തന്നെ ഇപ്പം ഓക്കെ ഇല്ല, വരുന്നില്ല. അപ്പം നല്ല സ്ട്രോങ് തന്നെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ഈ ജിപ്സം പ്ലാസ്റ്റിൻ്റെ ഗുണമല്ല, നമ്മൾ ഈ ബേക്കിലുള്ള ബ്രിക്കിൻ്റെ ഗുണമാണ്. നിങ്ങൾ ചിലപ്പോൾ പുറത്തെ ബ്രിക്ക് ഹോൾസെയിൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഹോളോ ബ്രിക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഹോളിലേക്ക് പോകുന്ന സമയത്തേക്ക് ഇത്ര ഒരു സ്ട്രെങ്ത് കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. ഞാനിപ്പം ഇത് അടിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇളകി പോകുമെന്നുള്ള ഡൗട്ട്, പിന്നെ ഇതിപ്പോൾ നമ്മൾ ഫിനിഷിങ് ആയതിനു ശേഷം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കൈക്ക് ഇങ്ങനെ പുരണ്ട് വരുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിലില്ല. സീലിംഗാണ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഡ്രൈ ആയി വൈറ്റ് കളറിലേക്ക് വന്നു. വൈറ്റ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് വൈറ്റിലേക്ക് വന്നു കളറ്. പിന്നെ ഈ ചൂട് കുറയുമെന്ന് പറഞ്ഞില്ലേ, ചൂട് കുറയും എന്ന് പറഞ്ഞിട്ട് ചൂട് തീരെ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും ആരും ജിപ്സം പ്ലാസ്റ്റിക് ചെയ്യാൻ വേണ്ടി പോകണ്ട. പലരും പറഞ്ഞു തരാത്ത കാര്യമാണ്. 35 ഡിഗ്രി ഉള്ള ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 34.5 അല്ലെങ്കിൽ 34, ഒരു 33 പോകും. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഇതേ ഉള്ളൂ. പിന്നെ മെറ്റീരിയൽ ഇറക്കുന്ന സമയത്തേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആംലൂസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം കണ്ടെന്ന് പറഞ്ഞാൽ അത്രയും വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ചെന്നൈയിൽ നിന്ന് പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് പുള്ളിക്ക് ഏതൊക്കെയോ 1-2 സൈറ്റിൽ വർക്ക് ഉള്ളതുകൊണ്ട് ഒരാഴ്ച ഡിലേ വന്നിട്ടുണ്ട്. ഏകദേശം 3 മാസം ഷെൽഫ് ലൈഫ് പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പം വന്നത് മാർച്ച് 13 സാധനമായിരുന്നു. ഏപ്രിൽ 26 വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 26 ചെയ്ത് മെയ് 2 മെറ്റീരിയൽ കഴിഞ്ഞു. 100 ബാഗാണ് ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന ബാഗുകളിൽ വന്നിട്ടുള്ളത് പിറ്റേത്തെ മാസത്തെ, അതായത് 14/4/2024 പ്രൊഡക്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോൾ നോക്കേണ്ടത് ഇതിൻ്റെ അവർ കമ്പനി ഇറക്കുന്ന ഏത് കമ്പനി ആയാലും മിക്കവാറും വർക്കാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷെൽഫ് ലൈഫ് ലാസ്റ്റ് അവരുടെ ഗോഡൗണിൽ പിന്നെ ഫസ്റ്റ് വന്ന സാധനം പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കാര്യമായിട്ട്. ഇവരൊക്കെ വരുന്ന സമയത്തേക്ക് ഇവർ ആദ്യം പറയുന്നുണ്ട് നമ്മൾ ഈ 3 മാസം ഷെൽഫ് ലൈഫ് എൻഡ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പിൽ ഇത് ഉപയോഗിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ഇറക്കുന്ന ഡേറ്റ് അല്ല നോക്കണ്ടേ. ഇപ്പം ഇന്നിപ്പം പിന്നെ നമുക്കിപ്പോൾ 90 ദിവസം, 3 മാസം 90 ദിവസം കണക്കൂടുമ്പോൾ 80 ദിവസത്തിൽ നമ്മൾ മെറ്റീരിയൽ ഇവിടെ എത്തി. 15 ദിവസത്തെ വർക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ 10 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കഴിഞ്ഞു. പിന്നെ 5 ദിവസം എന്ന് പറയുന്നത് നമ്മൾ റിസ്ക്കാണ്. ചിലപ്പോൾ പോകില്ല, ചിലപ്പോൾ പോകും. നമ്മളെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ നമ്മളവിടെ കിട്ടുന്ന വാട്ടർ കണ്ടൻറ്റിനനുസരിച്ച് ചിലപ്പോൾ ലൈഫ് കിട്ടും. കമ്പനി കൊടുത്തിട്ടുള്ള ലൈഫാണ് അത്. അപ്പോൾ നമ്മൾ വർക്ക് തീരുന്ന ഡേറ്റിലേക്കുള്ളതാണ് നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എനിക്കിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇപ്പോൾ സാധനം ഇറക്കിയിട്ടുള്ളത്. നിങ്ങളും അങ്ങനെ സാധനം ഇറക്കുക, ഒരുമിച്ച് ഒരിക്കലും സാധനം ഇറക്കരുത്. നിങ്ങളെ വർക്ക് എന്തെങ്കിലും കാരണവശാൽ ഡിലേ ആവുകയോ, മനുഷ്യൻ്റെ കാര്യമാണ്, എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഇതായി പോകും, കളയേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നഷ്ടം ഉണ്ടാവില്ല, കമ്പനിയാണ് അതിൻ്റെ പിന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റിനാണല്ലോ ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമ്മൾക്ക് കിട്ടുന്നത് ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താൻ നമ്മളെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നമ്മുടെ അവകാശമാണ്. നമ്മളെന്ത് ചെയ്യുക, നമ്മൾ അതല്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തിരിച്ച് കയറ്റിപ്പിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്നുള്ളൊരു ഉറപ്പ് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പ് തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബാത്റൂം ഏരിയ ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഞാനിപ്പം ബാത്റൂമിൻ്റെ ഔട്ടർ വാള ഇതിൽ ഡയറക്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ മെഷോ കാര്യങ്ങളോ ഒന്നും അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് വന്നിട്ടുള്ളത് AC ബ്ലോക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 8 അടി ഉയരത്തിലാണ് ഞാൻ ടൈലൊക്കെ ഉദ്ദേശിക്കുന്നത്. ആ 8 അടി ഉയരത്തിൽ വരെ മാത്രം സിമെൻറ്റ് പ്ലാസ്റ്ററും അതിന് മുകളിലേക്ക് ജിപ്സം പ്ലാസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോയ്സ്ചർ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുമോ, ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതായാലും കാണിച്ചു തരും. എല്ലാ ഭാഗവും ഏത് ഭാഗം വന്നാലും ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിലൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ വരുന്നത്. ഏകദേശം കഴിയാറായി കേട്ടോ. ഇപ്പം നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം തന്നെ ഇതാണ്. നമുക്കിപ്പം 4000 സ്ക്വയർ ഫീറ്റ്
ഈ ഇത്രയും ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുന്ന സമയവും നമ്മൾ നോർമൽ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയവും കണക്കൂട്ടിയാണെങ്കിൽ നോർമൽ പ്ലാസ്റ്റർ നമുക്ക് 1 മാസം സമയം എടുക്കുന്ന സമയത്തേക്ക് നമുക്കിത് ഒരു 1.5 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പം പ്രത്യേകിച്ച് ഓപ്പൺ ഹാളുകൾ കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എൻ്റെതൊക്കെ ഒരുപാട് കട്ടിങ്ങും ബാത്റൂമും ചെറിയ ചെറിയ പോർഷനൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. പിന്നെ അത് മാത്രമല്ല കല്ല് ചെയ്യാൻ സാധാരണ അപേക്ഷിച്ചിട്ട് കുറച്ച് മെറ്റീരിയലും സമയവും കൂടുതൽ വേണം. കല്ലിൽ ഈ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബ്രിക്ക് വർക്ക് അത്ര നല്ലതല്ല, കാരണം ഞാൻ എൻ്റെ ലേബറിൽ ചെയ്യിച്ചാണ്. അപ്പോൾ അതിൽ ഇതിൽ ഈ ഫില്ലിങ്ങിന് ഇതിൻ്റെ ഗ്യാപ്പൊന്നും ഫില്ല് ചെയ്തിട്ടുണ്ടായില്ല അവർ. ലാസ്റ്റ് വരണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു 5,000-6,000 രൂപ കൂടി കൂടുതൽ കൊടുക്കണ്ടേ പ്ലാസ്റ്റിങ്ങിൻ്റെ സമയത്ത്, അങ്ങ് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാനത് ചെയ്തിട്ടുണ്ടായില്ല. അതൊക്കെ കാരണം ഒരുപാട് മെറ്റീരിയൽ അധികമായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവർക്ക് വർക്കിംഗ് ടൈമും അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തെ ബ്രിക്സ് അല്ലെങ്കിൽ മറ്റുള്ള ബ്രിക്കിലേക്ക് പോകുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് അത് ഒന്നും കൂടി ടൈം സേവിങ്ങും മെറ്റീരിയൽ സേവിങ്ങും ഒക്കെ വരുന്ന സമയത്തേക്ക് നിങ്ങളെ പ്രൈസും ഒന്ന് കുറയും. എനിക്ക് വന്ന പ്രൈസ് കുറച്ചൊരു ഡിസ്കൗണ്ടിലൊക്കെ വന്നിട്ടുണ്ട്, കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കൊരു കുറച്ച് ഡിസ്കൗണ്ടിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല ഫിനിഷിങ്ങും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മെയ് മാസത്തിൽ നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്റർ ആണെങ്കിൽ ഒരു കാരണവശാലും നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വരാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ. കാരണം വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഗ് പൊടിക്ക് 20 ലിറ്റർ വെള്ളം ആണ് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു വെള്ളവും വേണ്ട എന്നുള്ളതാണ്. ഞാൻ ഇതിൽ വെള്ളം നനച്ച് ഫുള്ള് വാഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇവരെ കൊണ്ട്. പക്ഷേ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കമ്പനി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഈ മറ്റുള്ള പൊടികളുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 1.25 വർഷമായി ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ആ പൊടികളുണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യിപ്പിച്ച് സീലിംഗ് ഒക്കെ വാഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ബോണ്ടിറ്റെല്ലാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും കമ്പനി പറഞ്ഞ് വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടാകാൻ പാടുള്ളതാണ്. ഞാനതൊക്കെ ചെയ്ത് കുറച്ച് ഡ്രൈ ഒക്കെ ചെയ്തിട്ട് ചെയ്യിപ്പിച്ചിന്. ഇത് നിങ്ങൾ ഈ കമ്പനീനോട് ആവശ്യപ്പെട്ടിട്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങനെ വരുന്ന സമയത്തേക്ക് പിന്നെ നല്ലൊരു എമൗണ്ട് കൂടുതൽ വരും. ഞാനത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 26 ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവർക്ക് വർക്ക് എടുക്കാൻ പറ്റില്ല, ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും. പിന്നെ അന്ന് എത്തുന്ന സമയത്തേക്ക് തന്നെ 11 മണിയും കാര്യം ആയിട്ടുണ്ട്. അതുകൊണ്ട് വന്ന ഉടനെ ഇവിടെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് ഇവർക്ക് താമസിക്കുന്ന സൗകര്യം ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു എന്തെങ്കിലും ചില്ലറ അവർക്ക് കൊടുക്കും ഞാൻ. അപ്പം അങ്ങനെ ഒരു കണക്ക് കൂട്ടിയിട്ടാണ് അതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെ വളരെ കുറവ്. ഇനി പിന്നീട് ഇത് നനക്കണ്ട, ക്യൂറിങ് ഒന്നും വേണ്ട, പുട്ടി. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഒന്ന് വേസ്റ്റേജ്, പിന്നെ 2 പ്രാവശ്യമായിട്ട് ഫിനിഷിങ്ങിന് വരേണ്ടി വരും. കാരണം ഇത്ര വരെ ഇവർ ഈ സിമെൻറ്റ് അല്ലെങ്കിൽ ഗമ്മിൽ വെക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ഫൈനൽ സ്റ്റേജിൽ വരുന്ന സമയത്തേക്ക് ടൈൽ ഒട്ടിച്ചതിന് ശേഷം ഒന്നും കൂടി ഇതിൻ്റെ മുകളിൽ ഒരു ഫൈനൽ കോട്ട് ഫുള്ളായിട്ട് ഒന്ന് ഓടിച്ച് പോയിട്ട് ഇതിൻ്റെ അണ്ടുലേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് മാത്രം ഒന്ന് ഓടിച്ച് പോയിട്ട് ഒന്നും കൂടി ചെയ്യും. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഉള്ളത് പ്രൊഫഷണൽ അല്ലാത്തവരാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നെ ക്വാളിറ്റി കുറയാനും നിങ്ങൾക്ക് ഈ ചെയ്യുന്നതിൽ ചിലപ്പോൾ ഉപദ്രവമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. ഇതിലൊന്ന് 1 ടച്ച് ചെയ്യാനുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല റൂമിൽ നല്ല വെളിച്ചം വന്നു കേട്ടോ. നമ്മളിപ്പം കഴിഞ്ഞ വയറിങ്ങിൻ്റെ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ റൂമാണ് സ്റ്റുഡിയോ ആക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊട്ടും വെളിച്ചുണ്ടായിട്ടുണ്ടായിട്ടില്ല. കാരണം ഞാനിത് സ്റ്റുഡിയോ ആക്കുന്നതുകൊണ്ട് തന്നെ വിൻഡോ ഒക്കെ കുറച്ച് പുറകിലോട്ടായിട്ട് വെച്ചിട്ട് ഈ ഒരു സ്പേസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട് ചെയ്ത്. എനിക്ക് ഇരുട്ട് വേണം, കാരണം നാച്ചുറൽ ലൈറ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ഇത് പറ്റില്ല. ഷൂട്ടിംഗ് ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ ഒരു രൂപത്തിൽ ചെയ്തതാണ്. അപ്പോൾ എന്നിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ ഇത് വർക്ക് ഇത്രയും കഴിയുമ്പോൾ തന്നെ നല്ല വെളിച്ചം വന്നു. മുകളിൽ കൂടി വരുന്ന സമയത്ത് കുറച്ചുകൂടി വെളിച്ചം വരും. പിന്നെ ഒന്നാമത് ഇത് ഡ്രൈ ആയില്ല, ഡ്രൈ ആവുന്ന സമയത്തേക്ക് ഒന്നുകൂടി വെളിച്ചം വരും. അപ്പം ലൈറ്റിൻ്റെ ഉപയോഗം കുറച്ച് കുറക്കാൻ പറ്റും. പക്ഷേ അതിപ്പം നമ്മൾ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ എന്തായാലും സിമെൻറ്റ് പ്ലാസ്റ്ററിങ് അടിച്ചാലും അതിൻ്റെ മുകളിൽ പുട്ടിയിട്ടിട്ട് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ വൈറ്റ് തന്നെ വരുന്നത്. അപ്പോൾ ഒരു കണക്കിന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ AC യുടെ ഉപയോഗം കറണ്ട് ബില്ല് കുറച്ച് കുറക്കാൻ വേണ്ടി പറ്റും. കാരണം സിമെൻറ്റ് പോലെ അങ്ങോട്ടേക്ക് സംഭവം നമ്മളാ ഒരു ഹോളില്ല. അതായത് സിമെൻറ്റിൽ നമ്മൾ കൂടുതൽ ടൈം ചിലപ്പോൾ തണുപ്പിക്കുന്ന സമയത്തേക്ക് സിമെൻറ്റ് തണുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ബ്രിക്കും തണുക്കും. ചിലപ്പോൾ അത്രയും അതിൻ്റെ ഉള്ളിലേക്ക് കൂടി വലിച്ചെടുക്കും. പുട്ടിയൊന്നും ഇടാത്ത വള പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റൊന്നും അടിക്കാതെ പ്രൈമർ അല്ലെങ്കിൽ 2 കോട്ട് നോർമൽ പെയിൻറ്റൊക്കെ അടിച്ച വീടുകളൊക്കെ അതും കൂടി തണുക്കും. ഇതിലേക്ക് മോയ്സ്ചർ ഈർപ്പം ഒന്നും അങ്ങോട്ട് പോകാത്തതുകൊണ്ട് കുറച്ചുകൂടി തണുപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ പറയുന്നതാണ്, കമ്പനി പറയുന്നതല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കോർണർ കണ്ടാൽ മനസ്സിലാവും, വളരെ ഷാർപ്പാണ്. കോർണർ മാത്രമല്ല, ഇതിൻ്റെ ഫിനിഷിങ് കാണണമെങ്കിൽ ഈ സൈഡിലേക്ക് കൂടി നോക്കുന്നത്. ഇപ്പോൾ ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. ശരിക്കും നമ്മളെ ഒളിഞ്ഞിട്ടാണ് ഉള്ളത്. അത് നമ്മൾ മിറർ ഫിനിഷ് എന്ന് തന്നെ പറയും. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നില്ല. കാരണം ഈ എല്ലാ ക്യാമറയ്ക്കും ഒരു പ്രശ്നമുണ്ട്. ഈ ക്യാമറയുടെ വൈറ്റിലേക്ക് പോകുന്ന സമയത്തേക്ക് ആ ഒരു വൈറ്റ് ഇതിന് കണ്ടെത്താനുള്ളൊരു പ്രയാസമുണ്ട്. നമ്മളിപ്പോൾ ആകാശത്തേക്ക് പിടിക്കുന്ന സമയത്ത് കണ്ടോ, ഇത് മൊത്തത്തിൽ ബ്ലാക്കിലേക്കാണ് പോവുക. അപ്പോൾ എല്ലാ ക്യാമറയുടെ ഒരു പ്രശ്നം അത്. അപ്പോൾ അതുപോലൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റും.
കണ്ടോ ഇവിടെ ഇങ്ങനെ ഒളിയുന്ന കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു റിഫ്ലക്ഷൻ കണ്ടോ ഇവിടെ കണ്ട ഒരു മിററിൻ്റെ പോലത്തെ. അതുപോലെ തന്നെ ഫിനിഷിങ് നല്ല 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 ഫിനിഷിങ്ങുമാണ്. ഇപ്പം നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തി. ഇപ്പോൾ ഇവിടെ 75 സ്ക്വയർ ഫീറ്റ് ഏകദേശം ഉണ്ടാവും. ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സമയം ഇത്. ഇനിയിപ്പോൾ ഒന്ന് ഫൈനലായിട്ട് ഇതിൻ്റെ ലൂസായിട്ട് ഇട്ടിട്ട് ഒരു ഓടിക്കലുണ്ട്. നമ്മളെ പുട്ടി അങ്ങനെ ഒരിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പുട്ടിക്കൊരു മിനിമം ഒരു തിക്ക് കൊടുക്കണം. ആ തിക്ക് തന്നെ ഒരു പ്രാവശ്യം ഉരച്ചതിന് ശേഷം ചെയ്യണം. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഒന്നുകൂടി സംഭവം നൈസാണ്. ഇപ്പോൾ സീലിംഗ് ഒക്കെ അടിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ബോണ്ടിറ്റിൻ്റെ ഇപ്പോൾ ഫാൾ സീലിംഗ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ബോണ്ടിറ്റിൻ്റെ ഉപയോഗം കുറയും. പിന്നെ അതുപോലെ തന്നെ സീലിങ്ങിൽ നിങ്ങൾ ഇത് ചെയ്യുന്നതിൻ്റെ അളവ് നിങ്ങൾക്ക് കുറക്കാൻ വേണ്ടി പറ്റും. പല വീടുകളിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഫാൾ സീലിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം വെറുതെ ഈ പൈസ കയറ്റിക്കൊണ്ടെന്ന കാര്യം. ഇത്രയും ഒരു 12 റൂമാണെങ്കിൽ ഒരു 150 സ്ക്വയർ ഫീറ്റ് 150 ഇൻറ്റു 40 നമുക്ക് ആവറേജ് 40 വെച്ച് കണക്കൂട്ടുന്നതാണെങ്കിൽ ഏകദേശം ഒരു 6-7 രൂപ ഒരു 12 റൂം ചെയ്യാൻ വേണ്ടി ഒരു സീലിങ്ങിന് മാത്രം കോസ്റ്റ് വരും. അത് നിങ്ങൾക്ക് കട്ട് ചെയ്തങ്ങ് പോകും. ആ പൈസയും അതിൻ്റെ കൂടെ ചിലറെ പൈസയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോൾ സീലിംഗ് അടിക്കാൻ വേണ്ടി പറ്റും. പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അത്രയും കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 വീഡിയോ ചെയ്തുകൊണ്ട് നല്ലൊരു ടീമിനെ അയച്ചു തന്നിട്ടുണ്ട് എന്നുള്ളൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്കും നല്ലൊരു ടീമിനെ തന്നെ കിട്ടേണ്ട താല്പര്യമുള്ളവർ ആംലോസിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലാസ്റ്ററിൻ്റെ ഇനി വരാൻ പോകുന്ന ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്നതാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ കൂടി പിന്നെ നിങ്ങൾക്ക് എന്തായാലും അവതരിപ്പിച്ച് തരും എന്നുള്ളൊരു ഉറപ്പുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ നൽകിയാണ്. ഇപ്പോൾ ഞാൻ കോർണർ ഒടിയുന്നില്ല എന്ന് പറഞ്ഞു കുറേ കാലം കഴിഞ്ഞതിന് ശേഷം കോർണർ എങ്ങാനും ഒടിയുകയാണെങ്കിൽ ആ ഒടിയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഞാൻ കാണിക്കുന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകിക്കൊണ്ട് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഇത് വിഷയം വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.